ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ കക്ക റോസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കക്ക റോസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കക്ക നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ചിലർക്ക് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വയറുവേദനയൊക്കെ വരും. അപ്പോൾ വേസ്റ്റ് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വേണം കക്ക എടുക്കാനായിട്ട്. അപ്പം അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ഒരു ബോൾ പോലെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ കാണാം. ആ ഭാഗത്ത് ജസ്റ്റ് കൈ വെച്ചിട്ട് ആ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോൾ പോലെ വേസ്റ്റ് ഇങ്ങനെ പുറത്തോട്ട് വരും. അപ്പോൾ ആ വേസ്റ്റ് എടുത്ത് കളയുക. അത്യാവശ്യം വേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് അത് കഴിച്ച് കഴിഞ്ഞാൽ വയറുവേദനയൊക്കെ വരും. അതുകൊണ്ട് അത് എടുത്ത് കളഞ്ഞിട്ട് മാത്രമേ നമ്മൾ കക്ക റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ ആ വേസ്റ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ വേസ്റ്റ് എടുത്ത് കളയുക. അങ്ങനെ നമ്മൾ കക്കയുടെ മുഴുവനായിട്ട് എല്ലാ കക്കയുടെയും വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി ഇത് ഒരു 2-3 പ്രാവശ്യം നമുക്ക് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാരണം നമ്മൾ വേസ്റ്റ് എടുത്ത് കളഞ്ഞാലും അതിൽ കുറേശ്ശെ വേസ്റ്റിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നന്നായി പോകാൻ വേണ്ടിയിട്ട് നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം കഴുകിയെടുത്തിട്ടുള്ള കക്ക ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളക് നടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പ്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയാണ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം കക്കയുടെ ഒപ്പത്തിന് വെള്ളം നിൽക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒത്തിരി കൂടുതൽ വെള്ളമൊന്നും വേണമെന്നില്ല. ആ കക്കയുടെ ഒപ്പത്തിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒപ്പം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 4 വിസിൽ വന്നു. അതുപോലെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ കക്ക നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തിൽ നിന്നും കക്ക വെള്ളം വാർത്തെടുത്ത് ഒരു ബൗളിലാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുള്ള കക്കയാണ്. ഇനി ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കക്ക റോസ്റ്റിന്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി നുറുക്കിയത്, അതുപോലെ ഒരു 7-8 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത്, 4 പച്ചമുളക് കട്ട് ചെയ്തത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇഞ്ചിയൊക്കെ വളരെ ചെറുതായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലൊന്ന് അരച്ചെടുത്താലും മതി. അതിനുശേഷം അതിലേക്ക് ഒരു 15-20 ചുവന്നുള്ളി അരിഞ്ഞതും, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചുവന്നുള്ളി നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു കക്ക റോസ്റ്റിന് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ചുവന്നുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് സവാള ചേർത്താലും മതി. ചുവന്നുള്ളി ആകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ നമുക്ക് ഈ ഒരു റോസ്റ്റിന്. ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളി നല്ലതുപോലെ ട്രാൻസ്പെറൻ്റ് ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് പൊടികളെല്ലാം നന്നായി ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. എന്നാൽ മാത്രമാണ് ആ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ പൊടികളുടെ കുത്ത് വരും നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് റോസ്റ്റിന്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നാളികേരം ചിരകിയത് 1 കപ്പ് നാളികേരം ചിരകിയത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എരിവ് കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എരിവ് കൂടുതലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ നാളികേരം നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോഴാണ് ആ ഒരു മസാല നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നാളികേരം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കക്കയാണ്, വെള്ളം വാർത്തെടുത്തിട്ടുള്ള കക്കയാണ്. അത് മുഴുവനായിട്ടും നമുക്ക് ഈ ഒരു നാളികേരത്തിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാലയും കക്കയും കൂടിയിട്ട് നന്നായിട്ട് യോജിക്കുന്നതിൽ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും അതുപോലെ എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ഇത്തിരി എരിവുള്ളതാണ് നമ്മുടെ ഈ ഒരു കക്ക റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം നന്നായിട്ടൊന്ന് യോജിക്കുന്നതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള കക്കയാണ്, എങ്കിലും അത് നന്നായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് അടച്ച് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ മസാലയും അതുപോലെ കക്കയൊക്കെ നന്നായി യോജിച്ച് മസാലയൊക്കെ കക്കയുടെ ഉള്ളിലോട്ട് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് അത് അടച്ചു വെച്ചപ്പോൾ കുറച്ച് അതൊരു വെള്ളനനവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം, നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ കണ്ടോ നല്ല രസമായിട്ട് നല്ല ഡാർക്ക് കളറിൽ നമുക്ക് ഈ ഒരു മസാല കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നന്നായി ഡ്രൈ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു തേങ്ങയും അതുപോലെ ആ കക്കൊക്കെ നന്നായി ഡ്രൈ ആയി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും വെറുതെ കഴിക്കാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.